ഈ യാത്ര ഇംഗ്ലണ്ടിലെ റെഡിംഗ് എന്ന സ്ഥലത്ത് നിന്ന് കോൺവാൾ എന്ന പ്രദേശത്തേക്കാണ്. ഈ യാത്രയിൽ എന്നോടൊപ്പം ആനന്ദേട്ടനും വരാനിരുന്നതാണ്. നാട്ടിലെ ചില തിരക്കുകൾ കാരണം ആനന്ദേട്ടൻ ഈ യാത്ര മാറ്റിവെച്ചു. മറ്റൊരു അവസരത്തിൽ വരാമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ വരുന്നില്ല, എന്നാലും നീ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്ത് എനിക്ക് അയക്കണം, ചാനലിടാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത് ആനന്ദേട്ടനാണ്. ഞാൻ കാറിൻ്റെ ഒരു വശത്തിരുന്ന് ചിത്രീകരണം ആരംഭിച്ചു. 70 മൈൽ സ്പീഡിലാണ് കാറിൻ്റെ യാത്ര. ഇത് എക്സിറ്റർ എന്ന സ്ഥലത്ത് ഉള്ളൊരു യാത്രാ വിശ്രമ കേന്ദ്രമാണ്. കാറുകൾ നമുക്ക് പാർക്ക് ചെയ്യാം. അടുത്തുള്ള ചെറിയൊരു ഷോപ്പിംഗ് മാളിൽ പോയി നമുക്ക് ആഹാരം പർച്ചേസ് ചെയ്യാം. ഇനി ഇലക്ട്രിക് വാഹനമാണെങ്കിൽ നമുക്കത് ചാർജ് ചെയ്യാം. നോക്കൂ, ആ കാറിൻ്റെ മുകളിലൊരു സൈക്കിൾ. ആദ്യം കണ്ട് ഞാനും ഒന്ന് അത്ഭുതപ്പെട്ടു. യാത്രക്കാരുടേതാണ്. പോകുന്ന സ്ഥലത്ത് ഒന്നിലധികം ഡെസ്റ്റിനേഷനുകൾ പോകാനായി കാർ സ്ഥലത്ത് പാർക്ക് ചെയ്ത് സൈക്കിളിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. അവിടേക്ക് ചുറ്റി നടന്ന് കണ്ടു. കുറച്ച് വീഡിയോസും പകർത്തി. അപ്പോൾ ഇതാ കാണുന്നു 4 സൈക്കിളിലായിട്ടൊരു കാറ്. ഒരു കുടുംബത്തിൻ്റെ മൊത്തം സൈക്കിൾ ആ കാറിലുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് വീണ്ടും കാറിൽ കയറി മാപ്പൊക്കെ റെഡിയാക്കി അടുത്ത പോകേണ്ട സ്ഥലവും തീരുമാനിച്ചു. കെനിയൻ കോവ്, അങ്ങോട്ട് പോകാൻ ആണ് പ്ലാൻ. ഇപ്പോൾ മാപ്പൊക്കെ നോക്കി വഴിയൊക്കെ ഉറപ്പുവരുത്തി. ഇതാണ് നമ്മൾ ഇനി പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. മനോഹരമായ ഒരു റോഡ് യാത്ര തന്നെയാണ്. കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ ഇരുവശത്തും ഉള്ള മനോഹരമായ ഒരു യാത്ര. ആനന്ദേട്ടനും അഞ്ജുവും കാവ്യയും കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചുപോയി. പണ്ടൊക്കെയുള്ള യാത്രകളിൽ കൂടുതലും ഡ്രൈവ് ചെയ്തിരുന്ന ഞാനായിരുന്നു. വീഡിയോ എടുക്കലും മറ്റു കാര്യങ്ങളിലുമാണ് ആനന്ദേട്ടൻ്റെ ശ്രദ്ധ. നോക്കൂ, എന്ത് മനോഹരമാണ് ഈ ഹൈവേയും അതിന് ചുറ്റുമുള്ള സ്ഥലവും. മുന്നിൽ പോകുന്ന ഒരു കാരവാനാണ്. ആ കാരവാൻ ഒരു കാറിനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനെത്തി, ലാൻഡ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതല്ലല്ലോ പറഞ്ഞ സ്ഥലം. ആക്ച്വലി ഞങ്ങൾ പോകുന്ന വഴിക്ക് തീരുമാനം മാറ്റി, ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്തു, ലാൻഡ്സ്. ഇതാണ് ലാൻഡ്സ് കവാടം. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇംഗ്ലണ്ടിലെ പ്രധാന ഒരു ഭൂപ്രദേശത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗമാണിത്. ഇതാണ് കാറ് കയറുന്ന വഴി, ലാൻഡ്സ് ഏറ്റവും മുൻഭാഗം. അവിടെ നിന്ന് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു. കോൺവാർഡിലെ പെൻസാൻസിനടുത്താണ് ഈ സ്ഥലം. കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ കാറിൻ്റെ പാർക്കിംഗ് ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലം നോക്കി നടന്നു. ശ്രീനു ആണ് കാറിൻ്റെ ഡ്രൈവർ. ശ്രീനു ഈ മെഷീനൊക്കെ ഒന്ന് പരിശോധിച്ച് പാർക്കിംഗ് ടിക്കറ്റ് എടുത്തു എന്ന് ഉറപ്പുവരുത്തി. പാർക്കിംഗ് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ വലിയ പിഴയാണെന്നാണ് ശ്രീനു പറയുന്നത്. ഇതാ ലാൻഡ്സ് പ്രധാനമായ ഏറ്റവും ഹൈലൈറ്റായി നമ്മൾ എപ്പോഴും കാണുന്ന കവാടം സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇരുവശങ്ങളിലുമായി ചെറിയ ഷോപ്പൊക്കെയുണ്ട്. ഐസ്ക്രീമും മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ആസ്വദിച്ച് സഞ്ചാരികൾ ഒരുപാട് പേര് അവിടെ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, ബർഗറും ഇവിടെ ഇംഗ്ലീഷുകാരുടെ സ്റ്റൈല് ആഹാരമൊക്കെ പാചകം ചെയ്യുന്ന നമ്മുടെ നാട്ടിലൊരു തട്ടുകട സെറ്റപ്പാണ് എനിക്ക് തോന്നിയത്. അവിടെ നിന്നുള്ള ഭക്ഷണമൊക്കെ മേടിച്ച് ഒരു ചെറിയ ബിയറൊക്കെ കാച്ചി ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് സഞ്ചാരികൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. അഞ്ജുവും കാവ്യവും ഉണ്ടായിരുന്നെങ്കിൽ
ഇതിൽ ഏതൊക്കെ വാങ്ങിക്കൂട്ടിയേനെന്ന് ഞാൻ ആലോചിച്ചു. വീഡിയോയിൽ കാര്യങ്ങളെല്ലാം പകർത്തി ഞാൻ മുന്നോട്ട് നടന്നു. യാത്ര ചെയ്യുമ്പോൾ വളർത്തുമൃഗങ്ങളെയും കൊണ്ടുപോകുന്നത് ഇവിടുത്തുകാരുടെ ഒരു ശൈലിയാണ്. എൻ്റെ കൂട്ടുകാർ എന്നെക്കാളും കുറച്ച് മുന്നിലാണ്. അവർ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടക്കുന്നു. ഞാൻ വീഡിയോയും ഫോട്ടോയൊക്കെ പകർത്തി നടക്കുന്നു. ഈ ഒരു ഐറ്റം കണ്ട് എന്നൊരു കൗതുകം തോന്നി. അതിനടുത്തെത്തി. 2 പൗണ്ടിൻ്റെ കോയിൻ വേണം ഈ ടോക്കിംഗ് ടെലിസ്കോപ്പ് ഉപയോഗിക്കാൻ. ഡിജിറ്റൽ ഇന്ത്യ ആയിരുന്നു ഇതിലും ഭേദമെന്ന് എനിക്ക് തോന്നി. ഇന്ത്യ ആയിരുന്നെങ്കിൽ ഒരു UPI പേയ്മെൻറ്റോ QR കോഡോ സ്കാൻ ചെയ്ത് ഇതിപ്പോൾ ഉപയോഗിക്കാമായിരുന്നു എന്ന് ഞാൻ കരുതി. മറ്റ് മാർഗ്ഗങ്ങളില്ലാതെ, കോയിൻ ഇല്ലാത്തതിനാൽ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ കണ്ടതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് റിഫ്രഷ്മെൻറ്റ് ഹൗസ് ഇൻ ഇംഗ്ലണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. പേരിൽ തന്നെ ഒരു കൗതുകം തോന്നി. ഇതാ റെസ്റ്റോറൻറ്റിൻ്റെ മറ്റൊരു വശമാണ്. അവിടുന്ന് ആഹാരം വാങ്ങിച്ച് പുറത്തിരുന്ന് കടൽ ഭംഗി കണ്ട് ആസ്വദിച്ച് കഴിക്കാം. ഞാൻ ചുറ്റുമൊക്കെ ഒന്ന് പകർത്തി. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രത്യേകത സൂചിപ്പിക്കുന്ന പലതരം ബോർഡുകൾ പലയിടത്തായിട്ട് കണ്ടു. ഇത് അതിലൊന്നാണ്. നോക്കൂ, എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. ലാൻഡ്സ് എൻഡ് വെയർ കോൺവാൾസ് ബ്യൂട്ടി മീറ്റ്സ് ദ അറ്റ്ലാന്റിക് എന്നെവിടെയോ വായിച്ചത് ഈ വിഷ്വൽസ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. സുഹൃത്തുക്കൾ ആഹാരം കഴിക്കുന്ന തിരക്കിലാണ്. ഞാൻ വീഡിയോ ചിത്രീകരണം തുടർന്നു. ലാൻഡ്സ് എൻഡിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. റോമൻ കാലഘട്ടത്തിൽ പോലും ഇവിടെ ആളുകൾ താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഐതിഹ്യങ്ങൾ പ്രകാരം നഷ്ടപ്പെട്ട നഗരമായ ലയോനസിൻ്റെ ലാൻഡ് എന്നും വിശ്വസിക്കപ്പെടുന്നു. സഞ്ചാരികളെ സംബന്ധിച്ച് ഇത് ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഒരു യാത്രയുടെ അറ്റം അല്ലെങ്കിൽ പുതിയൊരു യാത്രയുടെ ആരംഭം എന്നൊക്കെയാണ് ലാൻഡ്സ് എൻഡിനെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ എത്തിയാൽ നമ്മളെ ആദ്യം ആകർഷിക്കുന്നത് വിശാലമായ കടൽ തീരവും അതിമനോഹരമായ പാറക്കെട്ടുകളുമാണ്. എൻ്റെ കൂട്ടുകാർ കുറച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞു. ഞാൻ അവരോടൊപ്പം ഓടിയെത്താനായി ഒരു ശ്രമം നടത്തി. ഇവിടുത്തെ പാറക്കെട്ടുകൾക്ക് മില്യൺ കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അനന്തമായ നീലിമ നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാം. ചിത്രങ്ങൾ എടുക്കുന്ന തിരക്കിലാണ് നരേന്ദർ. ദീപക് കുറച്ച് മുന്നിലേക്ക് നടന്നു നീങ്ങി. ഞാനും അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് കരുതി. കുറച്ച് ഫോട്ടോസ് എടുക്കാം, സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാം. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. ലാൻഡ്സിന് ചുറ്റും അതിമനോഹരമായ തീരദേശ നടപ്പാതകളുണ്ട്. ഇവിടെ നടക്കുമ്പോൾ കടലിൻ്റെ ഭംഗിയും ശുദ്ധമായ കാറ്റും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും ഒക്കെ നമുക്ക് ആസ്വദിക്കാം. മനോഹരമായ ചിത്രങ്ങൾ എടുക്കാനുള്ള ധാരാളം അവസരങ്ങളും ഇവിടെയുണ്ട്. ദീപക് അത്തരത്തിലൊരു ചിത്രം എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡോൾഫിനുകളെയും സീലുകളെയും കടലിൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരങ്ങളിലും ഇവയെ കാണാനുള്ള സാധ്യത കൂടുതലെന്നാണ് പറയുന്നത്. കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ചു നടന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള ഫോട്ടോസൊക്കെ എടുത്ത സന്തോഷത്തിലാണ് എല്ലാവരും. സഞ്ചാരികളുമായി എത്തിയ ഒരു ബസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വേനൽക്കാലമാണ് ലാൻഡ്സ് എൻഡ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഇംഗ്ലണ്ടിലെ വേനൽക്കാലം എന്ന് പറയുമ്പോൾ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയം. പൊതുവെ നല്ല കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഏത് സമയത്തും പ്രതീക്ഷിക്കാതെ മഴ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു കുടയോ റെയിൻകോട്ടോ കരുതുന്നത് നല്ലതാണ്. പാർക്കിങ്ങിലേക്കുള്ള പോക്കാണ്. അടുത്ത സ്ഥലത്തെത്താനുള്ള സമയമായി. ഇവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടാൽ അടുത്തടുത്ത് പെട്ടെന്ന് എത്താം. പുതിയ കാഴ്ചകൾ കാണാം. അടുത്തൊരു സ്ഥലത്തെത്തി. അപ്രതീക്ഷിതമായൊരു സ്ഥലമാണ്. സ്ഥലം നോക്കൂ. ദേ അങ്ങ് ദൂരെ കടലിന് നടുക്കൊരു ഐലൻഡ് കാണുന്നുണ്ടോ? അതാണ് സെൻറ്റ് മൈക്കിൾസ് ഐലൻഡ്. ഞാൻ അകത്തോട്ട് പോകാമെന്ന് കരുതി. അവിടെ ഇരുന്ന സൂപ്പർ ബൈക്കുകളുടെ കാഴ്ചയൊക്കെ ഒന്ന് പകർത്തി. ഈ സെൻറ്റ് മൈക്കിൾസ് മൗണ്ട് അത്
സ്ഥിതി ചെയ്യുന്നത് ഈ മാരസോൺ ബീച്ചിന് 500 മീറ്റർ കടലിന് ഉള്ളിലോട്ടാണ്. കോൺവാളിലെ ഒരു ചരിത്രപരമായ ടൈഡൽ ദ്വീപാണ് സെൻറ്റ് മൈക്കിൾസ് മൗണ്ട്. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. സമയം ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ട്. കോൺവാളിലെ മൗണ്ട് ബേയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ബീച്ചാണ് മാരിസൺ ബീച്ച്. സെൻറ്റ് മൈക്കിൾസ് മൗണ്ടിന് അഭിമുഖമായി കാണുന്ന ഈ കാഴ്ചയിൽ തന്നെ മനോഹരമായ ഈ ബീച്ച് അതിവിശാലവും മനോഹരമായ മണൽത്തിരകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. നിങ്ങൾ ഈ കാണുന്ന ചെടിയുടെ പേര് റോക്ക് സാംഫയർ എന്നാണ്. മലയാളത്തിൽ പാറച്ചെടിയെന്നും കടൽ ചെടിയെന്നൊക്കെ പറയും. അവിടെ ഇരുന്ന് കുറച്ച് വിഷ്വൽസൊക്കെ പകർത്തിയെടുത്തു. എൻ്റെ നോട്ടം മൊത്തം സെൻറ്റ് മൈക്കിൾസ് മൗണ്ടിലായിരുന്നു. അങ്ങോട്ട് നടന്നു പോകാൻ പറ്റും എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഗൂഗിൾ ഫോട്ടോസിൽ ഈ ഫോട്ടോ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടൊന്ന് യാത്ര നടത്തിയേനെ. വളരെ യാദൃച്ഛികമായാണ് ഈ സ്ഥലത്തെത്തിയത്. ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. ബീച്ചിന് തൊട്ടു മുന്നിൽ പാർക്കിംഗ് സൗകര്യമുണ്ട്. വേനൽക്കാല മാസങ്ങളിൽ ലൈഫ് ഗാർഡിൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ്. പിന്നെ ഒരു കാര്യം, വേനൽക്കാലത്ത് അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഇവിടെ നായകൾക്ക് നിയന്ത്രണമുണ്ട്. മറ്റ് സമയങ്ങളിൽ നായകളെ അനുവദിക്കും. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന വാടകയ്ക്ക് സൈക്കിളെടുത്ത് ഓടിക്കുന്ന പരിപാടി അത് തന്നെയാണ്. കുറച്ച് മോഡേൺ ആയെന്നേ ഉള്ളൂ. അതൊക്കെ ഒന്ന് പകർത്തി തിരിച്ച് കാറിലേക്ക് നടന്നു കയറി അടുത്ത സ്ഥലമായ കെനിയൻ കോവിലേക്ക് പോകണം. സൂപ്പർ ബൈക്കുകൾ പലതും അവിടെ നിന്ന് പോയി കഴിഞ്ഞു. ഒരു ബൈക്ക് മാത്രം അവിടെ ബാക്കിയുണ്ട്. ശ്രീനു കാറിൽ കയറി. ഞാൻ ഒന്നും കൂടി ഒന്ന് ആ സെൻറ്റ് മൈക്കിൾ മൗണ്ട് ഒന്ന് പകർത്താമെന്ന് കരുതി. കയ്യിൽ കുറച്ചുകൂടി നല്ലൊരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി. ചിത്രീകരണം മതിയാക്കി ഞാനും കാറിലേക്ക് കയറി. പക്ഷെ കണ്ണെപ്പോഴും ആ സൂപ്പർ ബൈക്കിലായിരുന്നു. അതിലെ യാത്രികർ അവരുടെ യാത്ര പുറപ്പെടാനായി പോവുകയാണ്. ഞാൻ അവരുടെ ആ ഒരുക്കങ്ങളൊക്കെ ഒന്ന് ക്യാമറയിൽ പകർത്തിയെടുത്തു. സൂപ്പർ ബൈക്കൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് ഒരു ഹരമായിരുന്നു. പണ്ട് അതിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിലും ഒക്കെ നോക്കി വച്ച് ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നൊരു സമയമുണ്ടായിരുന്നു. ഈ സൂപ്പർ ബൈക്ക് ഏതാണെന്ന് മനസ്സിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ബൈക്കിൻ്റെ പേരും ബൈക്കിൻ്റെ ഡീറ്റെയിലും ഒക്കെ ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. അവർ ബൈക്ക് സ്റ്റാർട്ടാക്കി. സഹയാത്രികയും കയറി. അവർ പോകാനായി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ വന്നപ്പോൾ എത്ര ബൈക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടതല്ലേ. എല്ലാവരും ഇതുപോലുള്ള യാത്രികരാണ്. അതവർ പുറപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങളുടെ കാറ് പതിയെ മൂവായി. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരത്തെ ഡ്രൈവുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുമ്പ് ഫോണിൽ മെമ്മറി കുറവാണ്. കുറച്ച് പഴയ ആവശ്യമില്ലാത്ത ഫയലൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷനിലെ വീഡിയോകൾ പകർത്താനായി കുറച്ച് സ്പേസ് ഫ്രീ ആക്കണം. വണ്ടി പതിയെ മൂവ് ചെയ്ത് തുടങ്ങി. കാഴ്ചകൾ പകർത്തി ഫോട്ടോസ് എടുത്ത് ഫോണിൻ്റെ മെമ്മറി ഫുള്ളായത് ഞാൻ അറിഞ്ഞതേയില്ല. ഫോണ് നോട്ടിഫിക്കേഷൻ തന്നു, മെമ്മറി ഫുള്ളാണ്, ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കും. ശരി, കുറച്ച് ഫയലൊക്കെ ഡിലീറ്റ് ചെയ്യണം. പുതിയ ഡെസ്റ്റിനേഷൻ്റെ മാക്സിമം മനോഹരമായ ദൃശ്യങ്ങളൊക്കെ പകർത്തണം, വീഡിയോ ചെയ്യണം, ആനന്ദേട്ടനെ അയക്കണം. എന്തായാലും ഈ യാത്ര അത് ആനന്ദേട്ടൻ ശരിക്കും മിസ് ചെയ്തു. കാഴ്ചകളൊക്കെ ആനന്ദേട്ടൻ കാണട്ടെ, ഒപ്പം നിങ്ങളും കാണൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബായ്.